ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, എന്റെ വോയിസ് കൂടി ഇവിടെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ. യെസ്, താങ്ക് യു. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ oxyshop.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതിനായിട്ട് അടിക്കേണ്ടത് oxyshop.in OXE-shop.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ ലോഗിൻ ആവുക. ഇങ്ങനെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊരു ആപ്ലിക്കേഷൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ ഒരു 3 കുത്തിൽ പോവുക, ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കൊടുന്നിടാനായിട്ട് സാധിക്കും. ഇനി ഇവിടെയുള്ള അടുത്ത ഓപ്ഷൻസ് നമുക്ക് മുകളിൽ കാണാം. ഓക്സി ഇന്റർനാഷണൽ എന്താണ്, കമ്പനിയുടെ മിഷൻ എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കമ്പനിയുടെ കുറച്ച് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കമ്പനിയുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊജക്ട് ഏറ്റവും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പ്രൊജക്റ്റുകൾ ഓൾറെഡി ഇവിടെ സൈറ്റിൽ ഷോ ചെയ്തിട്ടുണ്ട്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഓക്സി ആമസോൺ, ഓക്സി ചാനൽ പാർട്ണർ. അപ്പോൾ നമുക്ക് ഓക്സി ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട പ്രോഡക്റ്റ്, ഇപ്പോൾ എനിക്കൊരു ഈ ഒരു ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താവും? ആമസോണിന്റെ സൈറ്റിലേക്ക് പോയിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓക്സിയുടെ സൈറ്റിൽ നമ്മൾ ബില്ല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇതിൽ നിന്ന് പോലും എനിക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അതിന്ന് ചെറിയൊരു വീതം എന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു 19 കുടുംബങ്ങളിലേക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. എന്ത് സബ്ജക്റ്റിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? പ്രൊഡക്റ്റ് റിലേറ്റഡ് ആണോ, ബിസിനസ് റിലേറ്റഡ് ആണോ, അതേഴ്സ് ആണോ ചോദിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കൊടുക്കാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തു, എൻ്റെ ജിമെയിൽ ID കൊടുത്തു. പറയാണ് ബിസിനസ് ഇഷ്യൂ. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഇവിടെ സബ്മിറ്റ് കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്പനിയിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പനിയിലെ കസ്റ്റമർ കെയർ എന്ത് ചെയ്യും? നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ കർണാടക ഹെഡ് ഓഫീസിന്റെ ഇവിടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഓഫീസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയിലെ കസ്റ്റമർ കെയർ സൈറ്റ്, ഇമെയിൽ ID എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ട ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ഒരു പേജാണ് ഈ മോർ എന്ന് പറയുന്നത്. ഈ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആദ്യമായിട്ട് എബൌട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കമ്പനി, അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ടിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്? കമ്പനിയുടെ കോർപ്പറേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, MOA, അതുപോലെ തന്നെ AOA, കമ്പനിയുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ TAN, GST,
GST റിട്ടേൺ ഫില്ലിങ്, ഇൻകം ടാക്സ്, ബാലൻസ് ഷീറ്റ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, ഇത്തരത്തിലുള്ള അതായത് ഒരു കമ്പനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ ലൈസൻസും ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ വെബ്സൈറ്റും അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് അത് പുറത്തിടുന്നതായിരിക്കും. അത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതും കൂടി ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പൊ നിലവിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ പുതിയൊരു മോണിറ്ററിംഗിൽ നമ്മുടെ കമ്പനിയും പെട്ടിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ് ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ സ്കീം എന്താണ്, കൃത്യമായിട്ട് ടെർമിനേഷൻ എന്താണ്, ഇതിനെ എങ്ങനെ കിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഇവിടെ താഴത്ത് കാണാൻ പറ്റുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ലോഗിൻ ചെയ്തത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ കാണാം ലോഗിൻ. ഈ ലോഗിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്ന നിങ്ങളുടെ യൂസർ നെയിം എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഷോപ്പുകാരനാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പോകേണ്ടത് CP എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിലാണ്. ഓക്കെ, ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യൂസർ നെയിമിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും എന്താണ് അത് നിങ്ങൾ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിങ്ങിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്മാർട്ട് ടീ ഷോപ്പ് കണക്ട് ആയി അത് കസ്റ്റമർ ഫ്രണ്ട്ലി ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് നമ്മുടെ OxyShopee.in എന്ന് പറയുന്ന സൈറ്റ്, അല്ലെങ്കിൽ സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറഞ്ഞ സൈറ്റ്. ഈ ഒരു സൈറ്റിൽ ആദ്യം വരുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേജാണ്. അതായത് നമുക്ക് ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജ്. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് ലോകേഷ് റാവു, അത് തന്നെ യൂസർ നെയിം കൊടുക്കുന്നുണ്ട് മേലെ, അതുപോലെ തന്നെ ഷോപ്പിംഗ് ID. അപ്പൊ എനിക്കിതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിന്റെ പിക്സൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈല് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ചേഞ്ച് പിക്ചർ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് പിക്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ കാണുന്നുണ്ട് ഒഫീഷ്യൽ ലോഞ്ച്, അതായത് നമ്മുടെ സ്മാർട്ട് ടീ ഷോപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ചിങ് വരുന്നത് എന്നാണോ കമ്പനിയിൽ 10 ലക്ഷം കമ്മ്യൂണിറ്റി വരുന്നത് ആ സമയത്താണ്. ഏകദേശം 3.5 ലക്ഷത്തി സംതിങ് കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. അത് ഓരോ കമ്മ്യൂണിറ്റി വരുമ്പോഴും ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്രോൾ പമ്പിൽ എങ്ങനെയാണോ നമ്മൾ പെട്രോൾ അടിക്കുക, അപ്പൊ ആ രീതിയിൽ ഡിജിറ്റലായിരിക്കും ഇനി ഓക്സിയിൽ ഇവിടെ മറിയാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നിങ്ങളൊരു ഐഡിയ അടിച്ച് നെക്സ്റ്റ് ഐഡിയ അടിക്കുമ്പോഴത്തേന് 100 എന്നുള്ളത് 200, 300, 400 ഒക്കെ ആയിട്ടുണ്ടാവും കുറെ മിനിറ്റുകൾ കൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് റെഡി വാലിറ്റി തരുന്നുണ്ട്. ഫ്രീ കസ്റ്റമർ 10,000, അതുപോലെ തന്നെ ഫസ്റ്റ് പർച്ചേസ് സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ ആക്കിയവർക്ക്, പ്രിവിലേജ് ആക്ടിവേഷൻ ആക്കിയവർക്ക് 20,000. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ ആക്കിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ചാനൽ പാർട്ട്നേഴ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് പോവാം.
നമ്മൾ അപ്ലോഡ് ചെയ്ത ബില്ല് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പ് പോയിട്ട് ബില്ല് അപ്ലോഡ് ചെയ്തു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഡൗട്ട് വരികയാണ്, ഞാൻ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബില്ല് വ്യൂവിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് കൺഫേം ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഡ് ബില്ല് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഇതിൽ നിങ്ങൾക്ക് QR കോഡ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ആ ഷോപ്പിന്റെ CP ID അടിക്കുക, ദെൻ അവിടെ ബിൽ നമ്പർ ചോദിക്കുന്നുണ്ട്, ബിൽ നമ്പർ കൊടുക്കുക, ദെൻ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ്, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുക്കുന്നത്, ഇന്നത്തല്ല 1-ാമത്തെ ഡേറ്റ് ഞാൻ കൊടുത്തു, സൂപ്പർ മാർക്കറ്റ് ആണത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റർ എമൗണ്ട് ചെയ്യാണത്, ഞാനൊരു 3000 രൂപക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് ആഡ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ചോദിക്കും, കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കടക്കാരന്റെ സൈറ്റിലേക്ക് പോകും. നമ്മൾ ഇന്ന ഡേറ്റിൽ ഇന്ന ബിൽ നമ്പറിൽ ഇന്ന ഡേറ്റിൽ ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്തിരുന്നു ചോദിച്ച് അവിടെ ചോദിക്കണ്ടാവും. അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാലൻസിന് അത് മൈനസ് ആവും, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇതൊന്ന് മൈനസ് ആവും. നേരെ വാലറ്റിൽ ഒന്ന് ചാടണമെന്നുണ്ടെങ്കിൽ റിവാർഡ്സിലൊരു റെഡിങ് കൂപ്പൺ വൗച്ചർ കാർഡ് ജനറേറ്റ് ഉണ്ടാവും, അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് വാലറ്റിൽ ഒന്ന് ചാടും. ഓക്കെ, ഇതിലിപ്പോ ഈ അക്കൗണ്ടിൽ നിലവിൽ റെഡിങ് വാലറ്റ് ഇല്ല, റെഡിങ് കൂപ്പൺ ഇല്ല, അതുകൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇനി വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ വാലറ്റിൽ എത്ര മൊത്തത്തിൽ കയറിയിട്ടുണ്ടെന്നൊക്കെ അവിടെ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോപ്പ് ഡീറ്റെയിൽസ്, ഈ ഷോപ്പ് ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഓരോ എംബ്ലംസ് ഉണ്ട്. ഇപ്പോൾ AC സർവീസ് ആണ് എങ്കിൽ അതുമായിട്ട് ടൈപ്പ് ചെയ്തൊരു ഷോപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇതിൽ, ബേക്കറി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൂടി വരും മുകളിൽ, അത് പിൻകോഡ് അടിക്കാണ്. നിങ്ങളുടെ പിൻകോഡ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ളത് മാത്രമേ ഇതിനെ ഷോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ത്യ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കൂടി നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണം, പുറത്തേക്ക് ഇറങ്ങണം, നിങ്ങളുടെ ചുറ്റുപാടിൽ സറൗണ്ടിങ്സിൽ ഓക്സിൽ ടൈപ്പ് ആയ മുഴുവൻ ഷോപ്പുകൾ നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ പലരും ചോദിക്കും, സാറേ എങ്ങനെയാണ്, ഏത് ഷോപ്പൊക്കെയാണ് നമ്മൾ ടൈപ്പ് ആക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാറ്റഗറി ആണെന്നോ ഈ കാറ്റഗറി മുഴുവൻ നിങ്ങൾക്ക് ടൈപ്പ് ആക്കാം. ഓക്കെ, ഇതിൽ കാണുന്ന മുഴുവൻ കാറ്റഗറി നമുക്ക് ടൈപ്പ് ആക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ ബട്ടൺ കാണുന്നുണ്ട്, ഇതൊരു സ്കാൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ തന്നെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് സ്കാൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഫ്രീ ID ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് പോർട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിവിലേജ് ID ആക്ടിവേഷൻ ആക്കാനുള്ള ഫസ്റ്റ് പർച്ചേസ് സൈറ്റിലേക്ക് പോവാം. വൺസ് നിങ്ങൾ ആക്ടിവേഷൻ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുക ബിസിനസ് പോർട്ടൽ എന്നാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫേസിലേക്കാണ് നമ്മൾ വരിക. ഈ ഫേസിലേക്ക് വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ കാണിച്ചെന്ന് ആ സെയിം പ്രൊഫൈൽ ഇവിടെ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ID കാർഡ് നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ, ഈ പ്രിന്റ് ആൻഡ് സേവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ആക്കി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ടാഗ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത IDകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ കറക്റ്റ് അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതുവരെയുള്ള കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളത് സ്റ്റാർട്ടപ്പ് ചെയ്ത ID നമുക്കിനി പ്രീമിയത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യുവൽ ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഇത് കാണുന്നുണ്ടല്ലോ, ഒരു ട്രോളി കാണുന്നുണ്ടാവും. ഈ ട്രോളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട് ജനറേഷൻ റീപർച്ചേസ്, അതായത് റീപർച്ചേസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഇതിലാണ്. അതല്ല, ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റാർട്ടപ്പ് ID ആക്ടിവേഷൻ ആക്കിയത് കൊണ്ടാണ് സ്റ്റാർട്ടപ്പിന്റെ ഒരു ബട്ടൺ ഇവിടെ ഇല്ലാത്തത്. ഇനി പ്രീമിയം ആക്ടിവേഷൻ ആക്കാനുള്ള ഓപ്ഷൻ എനിക്കുണ്ട്. പ്രീമിയത്തിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാക്കേജുകൾ കാണാൻ പറ്റും. ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുത്തിട്ടും പാക്കേജ് എടുത്തിട്ടും എനിക്ക് പ്രീമിയം ID ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്നത്
5 ന്യൂട്രിമീറ്റ് ആണ് വിചാരിക്കുക. ഞാനതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡ് ടു കാർട്ടിലേക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട് അവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ID തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ യെസ് കൊടുത്തു. ഓക്കെ, സക്സസ്ഫുൾ കൊടുത്തു. ഷോപ്പിംഗ് ബാഗിലേക്ക് പോയി. അവിടെ പ്ലേസ് ഓർഡർ ഞാൻ ക്ലിക്ക് ചെയ്തു. ബൈ കൊറിയർ കൊടുത്തു. അപ്പൊ അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ആഡ് അഡ്രസ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബൈ കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ് കൊടുത്ത് നിങ്ങൾക്ക് പുതിയൊരു അഡ്രസ് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ആ അഡ്രസ് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. പിന്നെ അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ DTDC ഉണ്ടാവില്ല. കേരളത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ എന്തുള്ളൂ DTDC ഉള്ളൂ. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് മാത്രമേ നിലവിൽ ഡെലിവറി സർവീസ് അവൈലബിൾ ഉള്ളൂ. നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് പിടിക്കും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാനായിട്ട്. DTDC ആണെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് കൊണ്ട് നമുക്ക് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് സാധനം കിട്ടും. അപ്പോൾ ഞാൻ ഇന്ത്യൻ പോസ്റ്റ് സെലക്ട് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു. വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നെയിം ഇന്നതല്ല, യൂസർ നെയിം ഷോപ്പിംഗ് ID ഒക്കെ തന്നെ അല്ലേ 100 PL നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വയ്ക്കുന്നുണ്ട്. കാരണം പലരും ആക്ടിവേഷൻ ചെയ്ത ഐഡികൾ വീണ്ടും പ്രീമിയത്ത് പോലും ആക്ടിവേഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് റീപർച്ചേസിലേക്കാണ് ജനറേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നോക്കി കണ്ട് ചെയ്യുക, ഒരാവേശത്തിന് പുറത്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്ലോഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ യൂസ് ഓൺലൈൻ ബാങ്കിങ്. അപ്ലോഡ് പേയ്മെന്റ് ഡീറ്റെയിൽസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനിക്ക് ഫണ്ട് അയച്ചു കൊടുക്കുക. അതിന്റെ റെസിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിന്റെ ട്രാൻസാക്ഷൻ നമ്പർ, UTR നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ നമ്പറാണ്. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. പേയ്മെന്റ് ടൈപ്പ് നിങ്ങൾ ഏത് രീതിയിലാണോ പേയ്മെന്റ് ചെയ്തത് അതിൽ സെലക്ട് ചെയ്യാം. ഡേറ്റ് കൊടുക്കുക. ആരാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് ആ വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 24 hours ആ ഒരു ID ആക്ടിവേറ്റ് ആക്കി തരുന്നതായിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ഓൺലൈൻ ബാങ്കിങ്ങിൽ പോവാം. യൂസ് ഓൺലൈൻ ബാങ്കിങ്ങിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. UPI ത്രൂ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടും ചെയ്യാം. ഇനി UPI ത്രൂ ആണെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, QR കോഡ് ജനറേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ UPI ID അടിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ QR കോഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ QR കോഡ് ജനറേറ്റ് ആവും. ഈ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ID പ്രീമിയം ആക്ടിവേഷൻ ആവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേ, ഫോൺ പേയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ UPI ആപ്സിൽ ക്ലിക്ക് ചെയ്യുക, പേ നൗ ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ പേ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോൺ പേയിലേക്ക് പോകും. എന്നിട്ട് അവിടെ പേയ്മെന്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ID ആക്ടിവേഷൻ ആവും. എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ ബാങ്കിങ് ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ATM കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യാം, കൺഫേം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അവിടെ ചോദിക്കുന്ന നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ആ ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ID ആക്ടിവേഷൻ ആക്കാനായിട്ട് സാധിക്കും. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി, നമ്മളിപ്പോ കോമൺ പാക്കേജ് എന്ന് പറയുന്നത് ഇപ്പോൾ FTP CNV 8 ന്യൂട്രി ആണല്ലോ, 8 ആണല്ലോ. ഇപ്പോൾ ഈ ഒരു പാക്കേജ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അത് ഷിപ്പിംഗ് ചാർജ് അടക്കം 12,640 രൂപയാണ് ഈ ഒരു പാക്കേജിന് പ്രീമിയത്തിന് വരിക. ഈ ഒരു പാക്കേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് 8 പ്രൊഡക്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കലിൽ 8 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 8 DMX ആണ് സെലക്ട് ചെയ്യാം.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ന്യൂട്രിമീറ്റ് സെലക്ട് ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ 9 പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഓരോ പാക്കേജ് നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ രീതിയിൽ സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രീമിയം സ്റ്റാർട്ടപ്പും ഐഡിക്ക് ആക്ടിവേഷൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമിന് നമുക്ക് പ്രൊഡക്റ്റുകൾ കാണിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്കേജുകൾ കാണാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഇൻകം, എല്ലാ മേഖലയിലും കിട്ടിയുള്ള ടോട്ടൽ ഇൻകം ഒക്കെ ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടി എന്നുള്ളതിനൊക്കെ തെളിവ് GST ബില്ലൊക്കെ പലരും ചോദിക്കും, GST ബില്ലൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നവർക്ക് ബില്ല് കമ്പനി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ കൂടിയും ബില്ല് വരുന്നുണ്ട്. അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോകണമെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എവിടെ എത്തി, അത് ആര് വാങ്ങി എന്നുള്ളതൊക്കെ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ പാർട്ണർ സിസ്റ്റത്തിൽ നമുക്ക് ഉള്ളത് സ്റ്റാർട്ടപ്പ് പ്രീമിയം. നമുക്ക് 2 മില്യൺ ഓൾറെഡി ലോഞ്ച് ആയിട്ടില്ല, സ്റ്റാർട്ടപ്പ് ആണ് ഇപ്പോൾ മെയിൻലി ഉള്ളത്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജീനിയോളജി ഉണ്ട്, ഓൾട്ടർനേറ്റീവ് സെയിൽ ഉണ്ട്, കോപ്പറേറ്റീവ് സെയിൽ ഉണ്ട്, ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഇൻകം ഡീറ്റെയിൽസ്, പേ ഔട്ട്, ടോപ്പ്, റഫറൽ ഇൻകം, റഫറൽ വീക്ക്ലി ഇൻകം. ഇപ്പൊ നിങ്ങളുടെ ജീനിയോളജി, നിങ്ങളുടെ ട്രീ കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ജീനിയോളജിയിലാണ്. ജീനിയോളജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID ആക്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ലാൻഡിനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, ആക്ടിവേഷൻ ചെയ്യാത്ത ഐഡികൾ ഈ ഒരു കളറായിരിക്കും. പ്രീമിയം ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു വയലറ്റ് കളറായിരിക്കും. നെക്സ്റ്റ് ആക്ടിവേഷൻ നമുക്ക് റെഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലാൻഡിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസർ നെയിം കാണിക്കുന്നുണ്ട്, ഷോപ്പ് ID കാണിക്കുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് ആക്ടിവേഷൻ ആക്കിയെന്ന് കാണിക്കുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് RP എത്ര ആക്ടിവേഷൻ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റ് RP കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആക്റ്റീവ് 232 ID ഇവിടെ ആക്ടിവേഷൻ ആണ്, അത് കാണിക്കുന്നുണ്ട്. കോപ്പറേറ്റ് ID 0 ആണ്, അത് കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഓൾട്ടർനേറ്റീവ് കൗണ്ട് 1555 ID ഈ ഒരു ട്രീനഡിൽ വന്നിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒരു ID ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു ബാക്കിൽ ക്ലിക്ക് ചെയ്തു, അവിടെ ഡാറ്റകൾ ചോദിക്കുന്നുണ്ട്, ഇന്ത്യ സെലക്ട് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അത് വരും. സ്റ്റേറ്റ് ഞാൻ കേരള കൊടുക്കുക, ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്, കോട്ടയം കൊടുത്തു, പോസ്റ്റ് ഓഫീസ് കൊടുത്തു, പിൻകോഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക, ജെൻഡർ ഏതാണോ അത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ് കൊടുക്കുക, സ്ട്രീറ്റ് അഡ്രസ് കൊടുക്കുക, ലൊക്കാലിറ്റി കൊടുക്കുക, നിങ്ങളുടെ Gmail കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക, നോമിനി ഡീറ്റെയിൽസ് ആരാണോ അത് കൊടുക്കുക, നോമിനി ഹസ്ബൻഡ് ആണോ. ഈ പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാം. പാൻ കാർഡ് നമ്പർ സാധാരണ വരുന്നത് ആദ്യത്തെ 5 അക്ഷരം ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5 A ഇട്ട് കൊടുക്കാം, ഒരു 4 1 ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു 8 കൊടുക്കാം. അങ്ങനെ എന്ത് പറ്റും, പാൻ കാർഡ് നമുക്ക് തൽക്കാലം ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം, കറക്റ്റ് പാൻ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 25% കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ ID രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് ഇല്ലാത്തൊരു വിഷയം കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തെറ്റിച്ച് കൊടുത്താൽ മതി. തെറ്റിച്ച് കൊടുത്തിട്ട് പാൻ കാർഡ് പെട്ടെന്ന് എടുത്തിട്ട് അത് കറക്റ്റ് ആക്കി കൊടുക്കുക. ശ്രദ്ധിക്കുക, കറക്റ്റ് പാൻ കാർഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിന്റെ 25%, 5% അല്ല TDS കട്ടാക്കുക, 25% ആണ് ഗവൺമെന്റ് റൂള്. അപ്പോൾ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 25% കട്ടാക്കും. ഓക്കെ, ID അടിക്കാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, ഇവിടെ സ്പോൺസർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്ത് ചെയ്തു, സ്പോൺസറിന്റെ ഇത് കൊടുത്തു. പിന്നെ താഴത്തുള്ള ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോൾ ലോകേഷ് R01 എന്ന് പറഞ്ഞ ഐഡിയുടെ കോർപ്പറേറ്റ് സൈഡിലാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കൊടുക്കുന്ന യൂസർ നെയിം ഓക്സി 123 എന്നുള്ളൊരു യൂസർ നെയിമും കൊടുത്തു. ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് താഴത്ത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, പാൻ കാർഡ് നിങ്ങൾക്ക് ഗാലറി പോയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് കറക്റ്റ് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ID ജനറേറ്റ് ആവും. ആ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ID ആക്ടിവേഷൻ. ID ആക്ടിവേഷൻ ആക്കിയിട്ട് ID ലോഗിൻ ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ID ആക്ടിവേഷനിലേക്ക് പോവാം. ഈ ഒരു ട്രീന്റെ കടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്കുള്ളത് ഓൾട്ടർനേറ്റീവില് നടക്കുന്ന ബിസിനസ്സുകൾ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള ബിസിനസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് സെലക്ട് ചെയ്യാം. ആ ഡേറ്റിൽ വന്നുള്ള ബിസിനസ്സുകൾ നമുക്ക് ഇവിടെ മൊത്തം ഷോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരെന്തൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കണമെന്നും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആരൊക്കെ ഐഡിയുടെ ആക്ടിവേഷൻ ആണെന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെയില് രണ്ടും ഇങ്ങുണ്ടല്ലോ നമുക്ക്, ഓൾട്ടർനേറ്റീവ് ഉണ്ട് കോർപ്പറേറ്റ് ഉണ്ട്. കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അവിടെ ഒന്നും വന്നിട്ടില്ല, കാരണം ഈ ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. ജസ്റ്റ് ID ആക്ടിവേഷൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇൻകം ഡീറ്റെയിൽസ് നമുക്കറിയാം, വീക്കിലി 2 times ആണ് കമ്പനി ഇൻകം കൊടുക്കുന്നത്. ആ ഇൻകം കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ഈ 3 ദിവസത്തെ ഇൻകം ചൊവ്വാഴ്ചയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിലെ ഇൻകം ശനിയാഴ്ചയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇതിൽ 4 ദിവസം വരും, നെക്സ്റ്റ് ഡേ 3 days വരും. അപ്പോൾ അതിൽ അപ്ലോഡ് ആവുന്ന ഇൻകം ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പേ ഔട്ട് ഡീറ്റെയിൽസിൽ പോകുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് തുടക്കം മുതൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ ഇൻകം, ഡേ ടു ഡേ ഇൻകം ഇവിടെ പേ ഔട്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ടോപ്പ് വാലറ്റ്, നമ്മുടെ ടോപ്പ് അപ്പിലേക്ക് നെക്സ്റ്റ് പ്രീമിയം ക്ലബിലേക്ക് പ്രീമിയം ആക്ടിവേഷൻ ആക്കാത്ത വ്യക്തിയാണെങ്കിൽ എവരി 3rd പേർ ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രീമിയം ഇതിലേക്ക് എത്ര ജമ്പായി എന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. റഫറൽ ഇൻകം, നിങ്ങൾ ഡയറക്റ്റ് ആരെങ്കിലും റെഫർ ചെയ്തിട്ട് സ്റ്റാർട്ടപ്പിൽ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റഫറൽ വീക്ക്ലി ഇൻകം, നിങ്ങൾ ടോട്ടലി റെഫർ ചെയ്തുള്ള വീക്ക്ലി ഇൻകം ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. സെയിം ഒരുപോലെ തന്നെയാണ് നമ്മുടെ പ്രീമിയം മില്യണൊക്കെ നമുക്ക് വരിക. പിന്നെ ITB നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എലിജിബിൾ പൂൾ ഇൻകം, നിങ്ങൾ ഏതാണോ റാങ്ക് ആ റാങ്കിന്റെ പൂൾ ഇൻകം ഇവിടെ ഷോ ചെയ്യുന്നുണ്ടാവും. ടോട്ടൽ കിട്ടിയ ഇൻകം ഇവിടെ കാണിക്കും, ബാലൻസ് കാണിക്കും. ഏതാണോ ചാനൽ റാങ്ക് ഇൻകം, നിങ്ങൾ ഏത് റാങ്കിലാണെങ്കിൽ അതും ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ജനറേഷനിലാണ് നമ്മുടെ ഷോപ്പ് ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇൻകം ഒക്കെ വരുന്നത്. അതിന്റെ ജീനിയോളജി ഡയറക്റ്റ് റെഫർ ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് പേഴ്സണൽ പർച്ചേസ് നമുക്കറിയാം, നമ്മളൊരു 1 RP പർച്ചേസ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ജനറേഷൻ ID ആക്ടിവേഷൻ ആവുള്ളൂ. അത് ഒരു 2000 രൂപക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസറി പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യണം. ഈ ടെക്സ്റ്റൈൽ ആണെങ്കിൽ ഒരു 1000 രൂപക്കെങ്കിലും മന്ത്ലി പർച്ചേസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജനറേഷൻ ID ആക്ടിവേഷൻ ആവുള്ളൂ. പേഴ്സണൽ പർച്ചേസിംഗും ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ടോട്ടൽ നടക്കുന്ന RP ഡീറ്റെയിൽസ്, നിങ്ങളുടെ ടീം നടക്കുന്ന മുഴുവൻ ബിസിനസ്, അതുപോലെ നിങ്ങൾ ഏത് റാങ്കിൽ എത്തി, നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, റൈഡർ മുതൽ റാങ്ക് ഉണ്ട് അത് കാണിക്കും, നമ്മുടെ വാലറ്റ് കാണിക്കും.
ബാങ്ക് വിഡ്രോൾസ്, ബാങ്കിലേക്ക് പോയ വിഡ്രോൾസ് കാണിക്കും, റീപർച്ചേസ് ഡീറ്റെയിൽസ് കാണിക്കും, പർച്ചേസ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെവൽ വൈസ് പർച്ചേസ് കാണിക്കുന്നുണ്ട്, ഡെവലപ്പ് ഇൻകം, ഗ്ലോബൽ റോയൽറ്റി. ഇത് കമ്പനിയുടെ 2 റാങ്കുകളാണ്. ആ റാങ്കുകൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പൂളിൽ എത്ര വരുമാനം വന്നിട്ടുണ്ടോ അത് നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ടോപ്പ് അപ്പ് വാലറ്റ്, റെഡീം വാലറ്റ് നിങ്ങൾക്ക് ടോട്ടൽ ഉള്ള റെഡീം കൂപ്പൺ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് വാലറ്റ്, അതിൽ ഇങ്ങും വന്നാലുള്ളൂ കാണിക്കുക. ഓക്കെ, പിന്നെ അത് നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ID ആക്ടിവേഷൻ ചെയ്യാനുള്ള ഒരു ട്രോളിയാണ് ഇത്. ഇനി നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ ഇവിടെ കാണാം. ഓട്ടോ ലിങ്ക്, ലെഫ്റ്റ് ലിങ്ക്, റൈറ്റ് ലിങ്ക്. ഓട്ടോ ലിങ്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇതാണ് കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കുന്നെങ്കിൽ എന്താവും, നിങ്ങളുടെ കോപ്പറേറ്റീവ് ആൾട്ടർനേറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ആ വ്യക്തി ജോയിൻ ആവും. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ലിങ്ക് ആണ് അയച്ചു കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഡൗണിലായിരിക്കും ആൾ വരുന്നുണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ചോദിക്കുന്നത് ആകെ 3 ഓപ്ഷനാണ്. ഒന്ന് നെയിം എന്താണ്, അപ്പോൾ ഞാൻ കൊടുത്തു നെയിം അഷ്കർ അലി LP. പിന്നെ നമ്പർ കൊടുത്തു, ഇത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ID ജനറേറ്റ് ആവും. ഒരു റിസ്ക് ഇല്ല, സിമ്പിൾ ആയിട്ട് ഫ്രീ ID ജനറേറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് ആയിട്ടാണ് IDs ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാന്ന് അറിയാം, 3 പോയിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ID ജനറേറ്റ് ആയി കൊടുക്കുക. ജസ്റ്റ് കസ്റ്റമർ എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രമാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ഈ ലിങ്കുകൾ ഉപയോഗിക്കും. ഓക്കെ, കാരണം നാളെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കാനും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കറക്റ്റ് പ്ലേസ് ചെയ്ത് ID അടിക്കേണ്ടി വരും. അപ്പോൾ ഫ്രീ ID അങ്ങനെ അടിക്കുക വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പോയിട്ട് ട്രീയിൽ എങ്ങനെയാണോ ID അടിക്കുന്നത്, ജീനോളജി പോയിട്ട് എങ്ങനെയാണോ ID അടിക്കുന്നത് ആ രീതിയിൽ ID അടിക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഈ ഒരു വാക്കനിൽ ID അടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അടിക്കണം. ലിങ്ക് ത്രൂ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും ഡൗണിൽ, ലെഫ്റ്റിന്റെ ഏറ്റവും ഡൗണിൽ പോയിട്ടാണ് ചാടുക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനിയിൽ സ്റ്റാർട്ടപ്പ് സീലിംഗ് അച്ചീവേഴ്സ്, അതുപോലെ തന്നെ കമ്പനിയിൽ പ്രീമിയം സീലിംഗ് അച്ചീവേഴ്സിന്റെ ഫോട്ടോ ഒക്കെ ഡെയിലി ഇനി ഷോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സൈറ്റിൽ.